കർത്താവിന്റെ പ്രിയ പുത്രനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പാതകളെ നിങ്ങൾ പിന്തുടർന്ന് ചെല്ലൂ. ഒരു ദിവസം ഗലീലിയയിൽ കാന എന്ന ഗ്രാമത്തിൽ ഒരു വിവാഹം നടക്കുകയായിരുന്നു. അവിടെ യേശുവിന്റെ മാതാവ് മേരിയും ഉണ്ടായിരുന്നു. യേശുവിനും ശിഷ്യന്മാർക്കും ആ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. വിവാഹത്തിൽ വിളമ്പിയിരുന്ന വീഞ്ഞ് പെട്ടെന്ന് തീർന്നപ്പോൾ എല്ലാവരും ദുഃഖത്തിലായി. യേശു ആ കുടത്തിൽ വെള്ളം നിറച്ച് ആ വെള്ളം വീഞ്ഞാക്കി മാറ്റി ഒരു മഹാത്ഭുതം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. ഈ വീഞ്ഞ് വിവാഹം നടത്തുന്നവർക്ക് കൊടുക്കൂ. ആയിക്കോട്ടെ പ്രഭു. ഇത് അത്ഭുതമായിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റില്ല. ഇത് അത്ഭുതം തന്നെ. ഇത്രയും സ്വാദുള്ള ഒരു വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടേയില്ല. വിശ്വസിക്കാനേ കഴിയുന്നില്ല. പ്രഭു മാത്രമേ എനിക്ക് എങ്ങനെയാണെന്ന് വിവരിച്ചാൽ ഞങ്ങളെയും അനുഗ്രഹിച്ചാലും കഴിയുന്നില്ല. എന്നെ അനുഗ്രഹിക്കൂ. പ്രഭു, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. കരയാതിരിക്കൂ കുഞ്ഞെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കൂ. ഇത് അത്ഭുതം തന്നെയാണ്. ആശ്ചര്യമായിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രഭു, പ്രഭു, ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. എനിക്കും ഇതേപോലെ അനുഗ്രഹം തന്നാലും പ്രഭു, ഞങ്ങളെ അനുഗ്രഹിച്ചാലും പ്രഭു, പ്രഭു അനുഗ്രഹിച്ചാലും പ്രഭു, ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകരുത്. പ്രഭു ആരാധിക്കണം. അവളെ കൊന്നാലേ ശരിയാവുള്ളൂ. പ്രബോധകനെ, ഇവളൊരു വേശ്യയാണ്. ഞങ്ങൾ ഇവളെ കയ്യോട് പിടികൂടി. മോസസിന്റെ ധർമ്മശാസ്ത്ര പ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? പ്രബോധകനെ, ഇതിന് ഉത്തരം നൽകൂ. മൗനം സമ്മതമായി എടുത്തോട്ടെ. എന്തിനാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മൗനം സമ്മതമാണോ? എന്തുകൊണ്ടായിരിക്കും അവളെ എങ്കിൽ നിങ്ങൾ കല്ലെറിയൂ. നിങ്ങളിൽ ഒരു പാപവും ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഒരു തെറ്റും ചെയ്യാത്തവരുണ്ടെങ്കിൽ അയാൾ ആദ്യം കല്ലെറിയട്ടെ. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? നമ്മൾ ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടോ?
നമ്മൾ ഇതിൽ കൂടുതൽ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. നമുക്ക് പോകാം. നമ്മൾ പാവം ചെയ്തത് നമുക്ക് പോകാം. അതെ, ഇവിടെ നിൽക്കുന്നത് പോകാം. ഇവിടെ കൂടുതൽ നിന്ന് ഞാൻ ആവശ്യമില്ല. വേഗം പോകാം. സഹോദരി, അവരിൽ ആരും നിങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ അല്ലേ? ഇല്ല പ്രഭു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ഇന്നു മുതൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക. പ്രഭു, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല പ്രഭു. അങ്ങയുടെ പാദങ്ങൾ സാക്ഷി, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. എനിക്ക് മാപ്പ് തരൂ. പ്രിയ സഹോദരി, എന്നോട് ക്ഷമിക്കൂ പ്രഭു. നീ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയതിനാൽ നീ വിശുദ്ധയായി കഴിഞ്ഞു. വരൂ, വരൂ, വേഗം വരൂ. നമ്മളിതാ ആഗതനായിരിക്കുന്നു. വേഗം വരൂ. വേഗം വരൂ. വേഗം എല്ലാവരും ഓടി വരൂ. പ്രഭു വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? നിൽക്കൂ, നിൽക്കൂ. ആരെങ്കിലും ഒന്ന് നിൽക്കൂ. എനിക്ക് എന്താണെന്ന് പറയൂ. ഒന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒന്ന് നിൽക്കൂ. സഹോദരാ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശുക്രിസ്തു വന്നിട്ടുണ്ട്. യേശുക്രിസ്തു വന്നിട്ടുണ്ടെന്നോ? എന്റെ യേശുനാഥ, യേശുനാഥ, മഹാപ്രഭുവേ, യേശുവേ, യേശുനാഥ, എന്റെ പിതാവേ, യേശുനാഥ, എനിക്ക് കാഴ്ച ശക്തി നൽകിയാലും പ്രഭു. സാവധാനം വരൂ, ധൃതി കൂട്ടണ്ട. കർത്താവേ, യേശുനാഥ, എന്റെ കർത്താവേ, വരൂ കരുണ കാണിക്കണേ. ധൃതി വെക്കണ്ട. കർത്താവേ, സാവധാനം വരൂ. എവിടെ എന്റെ പിതാവ്? എവിടെ വരൂ, എന്റെ കർത്താവ്? എവിടെ? ഇതാ യേശുക്രിസ്തു എവിടെ? ഇവിടെയുണ്ട്. വരൂ. പ്രഭു, പ്രഭു, മഹാപ്രഭു. നീ ആരാണ് പുത്ര? നിനക്ക് എന്താണ് വേണ്ടത്? യേശുനാഥ, എനിക്ക് കാഴ്ച ശക്തി വേണം. എന്നെ രക്ഷിക്കണം പ്രഭു. പതിയെ കണ്ണുകൾ തുറക്കൂ. അദ്ദേഹത്തിന് കാഴ്ച കിട്ടി. വല്ലാത്ത അത്ഭുതം തന്നെയാണ്. യേശുനാഥ, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് കാഴ്ച ശക്തി കിട്ടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. യേശുനാഥ, നന്ദി. കർത്താവേ, നന്ദി. നന്ദിയുണ്ട്. പെട്ടെന്ന് ചെന്ന് തളർവാദത്തിൽ വീണ് കിടക്കുന്ന എന്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുവരട്ടെ. സുഹൃത്തെ, ഞാനൊരു അത്ഭുതം കണ്ടു. ദാവീദ് പ്രഭു എന്ന ദൈവദൂതൻ ഒരു അന്ധന് കാഴ്ച നൽകി. അതെ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അതുകൊണ്ട് നമുക്ക് ഇവനെയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ദൈവദൂതൻ സഹായിക്കാതിരിക്കില്ല. വരൂ, പോകാം. For more updates, like, comment, subscribe to our channel.